അവളുടെ ആഗ്രഹം എന്താ? സെർവ് ദ കിങ്, രാജാവിനെ ശുശ്രൂഷിക്കുക. ആരാണത്? മിശിഹ തമ്പുരാൻ. ഒപ്പം അഡോപ്റ്റഡ് ചിൽഡ്രൻ, തൻ്റെ ദത്തുമക്കളെ, മിശിഹ വഴി തനിക്ക് നൽകപ്പെട്ട തൻ്റെ മക്കളെ തൻ്റെ ആദ്യജാതൻ്റെ ഇമേജിനോട്, സാദൃശ്യത്തോട് ചേർത്ത് നിർത്തുക. ഇതറിയാവുന്ന സൈറ്റൻ, പിശാച്, അവൻ എന്ത് ചെയ്യും? അവളെയും അവളുടെ സന്തതികളെയും വെറുക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിശാചിനറിയാം മറിയത്തിൻ്റെ റോൾ എന്താണെന്നുള്ളത്. അവൾക്കെതിരെയും അവളുടെ മക്കൾക്കെതിരെയും അവൻ ആക്രമണം അഴിച്ചുവിടും. ആരെ വിഴുങ്ങണമെന്നറിയാതെ അലറി നടക്കുന്ന സിംഹം, അതാണ് പിശാച്. അപ്പോൾ പിശാച് അവൻ ആക്റ്റീവ്ലി ഇതിനെതിരെ നിൽക്കുകയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്കൊരായുധം വേണം. നിരന്തരം ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിലും. പിശാചിനെതിരെ നമ്മൾ ഈ പോരാട്ടത്തിലാണ്. നമ്മുടെ ഉള്ളിലും നമ്മുടെ പുറത്തും പിശാചിനെതിരെ ഈ യുദ്ധം നടത്തുമ്പോൾ മക്കളുടെ ദൈവജനത്തിൻ്റെ കൈകളിൽ പിടിക്കാൻ ഒരു ആയുധം വേണം. തീർച്ചയായും മിശിഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും ആഘോഷവുമായ പരിശുദ്ധ കുർബാനയും നമ്മുടെ ലിറ്റർജി, കൂദാശകൾ, ഇതൊക്കെ പിശാചിനെതിരെയുള്ള ആയുധമാകുമ്പോഴും എല്ലാവർക്കും, കോമൺ പീപ്പിളിന്, എല്ലാ മനുഷ്യർക്കും പ്രാപ്യമായ കൈകളിൽ എടുത്തു പിടിക്കാൻ പറ്റുന്ന ഒരു ആയുധം ആവശ്യമായിരുന്നു. കാരണം ആ രക്ഷാകര രഹസ്യങ്ങൾക്കാണ് പിശാചിനെ തകർക്കാൻ പറ്റുന്നത്. അപ്പോൾ രക്ഷാകര രഹസ്യങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്ത, എല്ലാവർക്കും ആക്സസിബിളായ, കോമൺ പീപ്പിളിന് വരെ കരങ്ങളിൽ പിടിച്ചുപയോഗിക്കാവുന്ന ഒരു ആയുധം, ഒരു വാള്, ഒരു സ്വോർഡ് കർത്താവ് ഒരുക്കുകയായിരുന്നു. ആൻഡ് ദാറ്റ് സ്വോർഡ് ഈസ് ദ റോസറി സ്വോർഡ്. ജപമാല എന്ന വാള്. ജപമാല കാലം, സ്വർഗം ദൈവമക്കൾക്കായി ഒരുക്കി നൽകിയ ആയുധമാണെന്ന്, വാളാണെന്ന് തിരിച്ചറിയണം. നമുക്കറിയാം, ഒരു ആയുധം ഒരുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു മോൾഡ് വേണം, അല്ലെ? ഒരു മോൾഡിനകത്തേക്കല്ലേ ഒരുക്കി ഒഴിക്കുന്നത്. അപ്പോൾ ഈ മോൾഡ് എന്താ? ഈ മോൾഡ് ദൈവവചനമാണ്. ആ ദൈവവചനത്തിൻ്റെ മോൾഡിലേക്ക് ഒഴിക്കുന്ന ഈ റോ മെറ്റീരിയൽ ഉണ്ടല്ലോ, ആ റോ മെറ്റീരിയൽ എന്താണ്? ഒന്ന്, അവർ ഫാദർ ഹു ആർട്ട് ഇൻ ഹെവൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ഇതിനുള്ളിലേക്ക് ഒഴിച്ചു. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ഒഴിച്ചു. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്ന പ്രാർത്ഥന ഒഴിച്ചു. എന്നിട്ടോ ഇതിനെയും അടിച്ചു പരത്തി കയ്യിൽ പിടിക്കാൻ ഫോർജ് ചെയ്തെടുക്കണ്ടേ? ആ കയ്യിൽ പിടിക്കാൻ പാകത്തിൽ ആക്കിയെടുത്തതാണ് എന്ത്? ബീഡ്സ്, പ്രാർത്ഥന ജപമണികൾ. ജപമണികൾ, ബീഡ്സ് 150 തുടങ്ങി. ജോൺ ബോൾട്ടൺ മാർപ്പാപ്പ അതിനെ 203 മണിയാക്കി മാറ്റിയത്. അപ്പോൾ അത് മരിയൻ സാൾട്ടർ, സാംസ് 150 സങ്കീർത്തനങ്ങളുടെ പശ്ചാത്തലം, മരിയൻ സാൾട്ടർ. ഇത്രയും കാര്യങ്ങൾ, ഈ 4 ഫാക്ടേഴ്സാണ് റോസറിയുടെ ആൻറ്റിസിഡൻസ് എന്ന് ഓർക്കണം.